അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഫിഷ് മസാലയാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഫിഷ് മസാല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു 5-6 കഷ്ണം മീൻ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തുള്ളത് ആവോലിയാണ്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണിലും മുളക് പൊടി വലിയ ടേബിൾ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. ഇനി മീനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇപ്പോൾ ഞാൻ മസാലയെല്ലാം മീനിൽ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് മസാലയൊക്കെ മീനിലൊന്ന് പിടിച്ചു വരാനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീനിൽ മസാലയൊക്കെ പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 ചുവന്ന മുളക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടാൽ തന്നെ മുളക് നന്നായിട്ട് കുതിർന്ന് വരും. ഇതിന് നമുക്ക് മിക്സിയുടെ അരക്കാൻ എടുക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുതിർത്തെടുത്തുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വലിയൊരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നാൽ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീനിന്ന് പോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് മീൻ പെട്ടെന്നൊന്നും പൊടിഞ്ഞും പോവില്ല. പിന്നെ ചിലപ്പോൾ ചില മീനിനൊക്കെ ഒരു ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ മീൻ മസാലയിലിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് ഈ മീൻ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ മീനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ പാനിലിപ്പോൾ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കാം. അപ്പോൾ ഈ ഓയിലിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങി പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുളകും തക്കാളിയൊക്കെ ചേർത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്ന് ഇതിൽ നിന്ന് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നിപ്പോൾ ഓയിലൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു പുളി വേണം. ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിലിപ്പോൾ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലുള്ള മസാലയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ അധികം കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മീനും നമുക്ക് പൊടിഞ്ഞൊന്നും പോവാതെ പതുക്കെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൽ അധികം വെള്ളമൊന്നുമില്ല.
അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സൈഡും ഒരു 5-6 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മിനിറ്റും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വറ്റി മീനിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് വരും. മീനിലേക്ക് നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കാം. അധികം മുള്ളില്ലാത്ത മീനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.